അനാഥ മുഖപുസ്തകങ്ങൾ. കഥ എഴുതിയത് മായാദത്ത്. കുളിമുറിയിൽ നിന്നാണ് ഉണ്ണി ഫേസ്ബുക്ക് ലൈവ് തുടങ്ങിയത്. വാട്സപ്പ് സ്കൂൾ ഗ്രൂപ്പിലും കോളേജ് ഗ്രൂപ്പിലും മുൻകൂട്ടി വിവരമറിയിച്ചതുകൊണ്ട് തുടക്കം മുതൽ തന്നെ കുറേയേറെ കൂട്ടുകാർ അവന് പിറന്നാൾ ദിനത്തിൽ ലൈവിൽ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കുവാൻ ആകാംക്ഷയോടെ വന്നു. ഗൈസ്, ഇന്നെൻ്റെ ജീവിതത്തിലെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. 23 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ജാനുവരി 1 ഞാൻ ഈ ഭൂമിയിൽ ജന്മമെടുത്തത്. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഞാൻ ആഘോഷിക്കാത്ത വിധം ഈ ദിനം ആഘോഷിക്കാൻ പോവുകയാണ്. തോർത്ത് മാത്രം ഉടുത്ത് കുളിക്കുന്നതിനിടയിൽ അവൻ ഇത്രയും പറഞ്ഞ് സോപ്പ് പതപ്പിച്ച് സ്ക്രബ്ബർ കൊണ്ട് ശരീരം ഉരച്ച് തേച്ച് തലയിൽ ഷാമ്പു പതിപ്പിച്ച് കുളിച്ച് കുട്ടപ്പനായി ഉടുത്ത തോർത്തഴിച്ച് പിഴിഞ്ഞ് തലയും ശരീരവും തോർത്തുമ്പോൾ ക്യാമറ ആംഗിൾ സ്വന്തം മുഖം മാത്രം കവർ ചെയ്യുന്ന രീതിയിൽ മാറ്റിവെക്കാൻ അവൻ മറന്നില്ല. സ്വന്തം നഗ്നത പിറന്നാൾ ദിനത്തിൽ പരസ്യമായി കാണിക്കുന്നതിലുള്ള അപാകത അവൻ ഓർത്തിരിക്കും. പിറന്നാൾ ആശംസകൾ നേർന്നും ഈ വിശേഷ ദിനം എങ്ങനെയൊക്കെ ആഘോഷിക്കണമെന്ന അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിട്ടും ലൈവിൽ പങ്കുചേർന്ന കൂട്ടുകാർ പിറന്നാൾ ആഘോഷമാക്കാൻ മത്സരിച്ചു. ലൈവിൽ വരാത്ത കൂട്ടുകാരെ ഫോണിൽ വിളിച്ചു പറഞ്ഞും വാട്സപ്പ് മെസ്സേജ് അയച്ചും അവർ ലൈവിൽ വരുത്തിച്ചു. മറ്റു കൂട്ടുകാരൊക്കെ സോഷ്യൽ മീഡിയകളിൽ എപ്പോഴും ആക്റ്റീവായിരിക്കുമ്പോൾ ഉണ്ണി മാത്രം തന്നിലേക്ക് ഒതുങ്ങിയിരിക്കാറാണ് പതിവ്. ആ പതിവ് തെറ്റിച്ച് ആദ്യമായി ലൈവിൽ വന്ന ഉണ്ണി എന്താണ് പറയാൻ പോകുന്നതെന്ന ആകാംക്ഷയായിരുന്നു എല്ലാവർക്കും. ഉണ്ണിയുടെ പിറന്നാൾ തികച്ചും വ്യത്യസ്തമാക്കുവാൻ പോവുകയായിരുന്നു അവർ. അങ്ങനെയെങ്കിലും അവനെ ഒരു സോഷ്യൽ ജീവി ആക്കണമെന്ന് കുറച്ചു കൂട്ടുകാരെങ്കിലും ആഗ്രഹിച്ചു. ക്യാമറയുടെ ആംഗിളിൽ നിന്നും മാറി നിന്ന് പുതുവസ്ത്രങ്ങൾ അണിയുമ്പോൾ താൻ അപ്പോൾ ചെയ്യുന്നത് എന്തെന്ന് റണ്ണിംഗ് കമൻട്രി നൽകാൻ അവൻ ശ്രദ്ധിച്ചു. വസ്ത്രങ്ങൾ അമ്മയുടെ സമ്മാനമാണെന്നും അച്ഛൻ്റെ വകയായി ഇനിയെങ്കിലും ജീവിതത്തെ സീരിയസ് ആയി കാണൂ എന്നൊരു മുട്ടൻ ഉപദേശവും കിട്ടിയെന്ന് അവൻ പറഞ്ഞപ്പോൾ കൂട്ടുകാർ സ്വന്തം പിറന്നാൾ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടുകൊണ്ടേയിരുന്നു. 7 ആർട്സ് ക്ലബിൻ്റെ ഫുട്ബോൾ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഗോളടിച്ചതിന് ഉണ്ണിക്ക് കിട്ടിയ ട്രോഫിയായിരുന്നു ക്യാമറയപ്പോൾ ലൈവിൽ കാണിച്ചത്. ആ ടീപ്പോയിൽ പ്ലാസ്റ്റിക് പൂക്കളിട്ട ഒരു പൂക്കൊട്ടയും ദിനപത്രവും മാത്രമേ അതുവരെ കണ്ടിട്ടുള്ളൂവെന്ന് ഉണ്ണിയുടെ കൂട്ടുകാരൻ ഡേവിഡ് ഓർമ്മിച്ചു. ഉണ്ണിയുടെ വീട് സന്ദർശിച്ചിട്ടുള്ള അപൂർവം കൂട്ടുകാരിൽ ഒരാളായിരുന്നു ഡേവിഡ്. ആ ട്രോഫി അവൻ എവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നുവെന്ന് ഡേവിഡ് ആശ്ചര്യപ്പെട്ടു. അതിനിടയിൽ ഉണ്ണിയുടെ അച്ഛനെയും അമ്മയെയും ഒരു വിരുദ്ധൻ അന്വേഷിച്ചു. ഈ അവസരത്തിൽ ഉണ്ണി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നറിയാനാണ് കൂടുതൽ താല്പര്യമെന്ന് മറ്റൊരു വിരുദ്ധൻ കമൻ്റ് ഇട്ടപ്പോൾ നല്ലൊരു ദിവസം അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കരുതെന്നും അനവസരത്തിലുള്ള അത്തരം അന്വേഷണങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ലെന്നും ഉണ്ണിയുടെ വേറൊരു സഹപാഠിയും കമൻ്റിട്ടു. FB ലൈവിൽ ഇതിനകം 20ഓളം പേർ വന്നു കഴിഞ്ഞിരുന്നു. നാടൻ രീതിയിൽ വെട്ടിയ മുടി ചീകുമ്പോൾ അവൻ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്നു. സെൻട്രൽ ടീപ്പോയ് ഒരരുകിലേക്ക് നീക്കിവെച്ച് അവൻ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തു. ഹാൾ മുഴുവനും കവർ ചെയ്യാൻ കണക്കിന് ക്യാമറ ഭിത്തിയിലെ റാക്കിൽ നാട്ടി നിർത്തി അവൻ മുക്കാല മുഖബല പാട്ടിന് നൃത്തം ചെയ്തു. ഉണ്ണിയുടെ പല ചുവടുകളും പ്രഭുദേവയുടെ മെയ്വഴക്കത്തിനൊപ്പമോ അതിലും മനോഹരമോ ആയിരുന്നു. കൂട്ടുകാർ പൊളി, കൂൾ, ഇതാടാ ഡാൻസ്, നീ മുത്താടാ തുടങ്ങി പലതരം കമൻറ്റിനാൽ ഉണ്ണിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ ഇത്രയും അനായാസമായും മനോഹരമായി നൃത്തം ചെയ്യുന്നത് പലർക്കും അതുവരെ അറിയില്ലായിരുന്നു. അച്ഛൻ്റെ ആജ്ഞ പടിപ്പൊഴിച്ച് മറ്റൊന്നിനും സമയം നഷ്ടപ്പെടരുതെന്നായിരുന്നു. എങ്കിലും വീട്ടിൽ തനിയെയുള്ളപ്പോൾ മുറി അടച്ചിട്ട് മതിയാവോളം നൃത്തം ചെയ്യുന്ന കാര്യം ഉണ്ണിക്കല്ലേ അറിയൂ. നൃത്തം കഴിഞ്ഞ് അവൻ സ്വിഗ്ഗി കവർ തുറന്നു. മകൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും നല്ല ഭാവിക്കുമായി പ്രാർത്ഥിക്കുവാൻ അതിരാവിലെ അമ്പലത്തിലേക്ക് പോയ എൻ്റെ മാതാപിതാക്കളുടെ മനഃശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഭക്ഷണം കഴിക്കട്ടെ എന്ന് ആലങ്കാരികമായി പറഞ്ഞ് ഉണ്ണി പിറന്നാൾ വിരുന്നിനായി അമ്മ നഗരത്തിലെ പ്രശസ്തമായ ഹോട്ടലിൽ നിന്നും സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് വരുത്തിച്ച ഭക്ഷണം കഴിച്ചു. ആ ദിവസം അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ചോറും കറികളും കഴിക്കുവാൻ സാധിച്ചിരുന്നെങ്കിലെന്ന ആഗ്രഹം അവൻ ഉള്ളിൽ തന്നെ കുഴിച്ചു മൂടി. ആ ഹോട്ടലിലെ ഭക്ഷണത്തിൻ്റെ രുചിയെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും കൂട്ടുകാരുടെ കമൻറ്റുകൾ മഴ പോലെ പെയ്തിറങ്ങിക്കൊണ്ടിരുന്നു. കൈ കഴുകി വന്ന് ഒരു കുട്ടിയാന ചാഞ്ഞു കിടക്കുന്നത് പോലെ ഡിസൈനുള്ള സോഫയിൽ ചാരി കിടന്ന്
അവൻ ONV കുറുപ്പിൻ്റെ മോഹം എന്ന കവിത ചൊല്ലി. അവൻ ഇത്രയും മനോഹരമായി കവിത ചൊല്ലുമെന്നും ആർക്കും അറിയില്ലായിരുന്നു. ഒരു മയിൽ പീലി ഞാനിന്നു കാണുമ്പോഴും ഒരു കുട്ടിയാകുവാൻ മോഹം എന്ന വരിയിലെത്തിയപ്പോഴേക്കും ഉണ്ണിയുടെ തൊണ്ട ഇടറാൻ തുടങ്ങിയിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കുട്ടിക്കാലത്ത് നാട്ടിൽ മുത്തച്ഛനോടൊപ്പം തൊടിയിലും പറമ്പിലും നടന്നതും പുഴയിൽ മീൻ പിടിച്ചതും നീന്തിക്കളിച്ചതും രാത്രികളിൽ അവൻ ഉറങ്ങുന്നതുവരെ മുത്തശ്ശി കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നതും ഉണ്ണി കൂട്ടുകാരോട് വിവരിച്ചു പറഞ്ഞു. അവരിൽ പലർക്കും ഈ വക കാര്യങ്ങളൊക്കെ കഥകളിലൂടെയും വീഡിയോകളിലൂടെയും മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. അവന് കിട്ടിയ ആ ഭാഗ്യത്തിൽ കൂട്ടുകാരിൽ ചിലർ അസൂയാലുക്കളുമായി. അച്ഛൻ്റെ ബിസിനസ് ആവശ്യാർത്ഥം നഗരത്തിലെ കോൺക്രീറ്റ് കൂടാരത്തിലേക്ക് ജീവിതം പറിച്ചു നടപ്പെട്ടപ്പോൾ അവന് 12 വയസ്സായിരുന്നു. നാട്ടിൻപുറത്തിലെ സ്വാതന്ത്ര്യത്തിൽ നിന്നും നഗരത്തിലെ പരിമിതികളിൽ ഒതുങ്ങുവാൻ പരിശീലിച്ചപ്പോഴേക്കും അച്ഛൻ്റെ നിർബന്ധത്തിൽ എഞ്ചിനീയറിംഗ് പഠനത്തിനായി അവന് വീണ്ടും മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറേണ്ടി വന്നു. ഉണ്ണിക്കിഷ്ടം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കാനായിരുന്നു. മനസ്സുകൊണ്ട് യോജിക്കുവാനാകാത്ത പഠനവും തുടർച്ചയായ പറിച്ചുനടലുകളും ജനിച്ചു വളർന്ന നാടിൻ്റെ ഓർമ്മയും മുത്തച്ഛനെയും മുത്തശ്ശിയെയും വേർപിരിഞ്ഞതുമൊക്കെ അവൻ്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിരുന്നു. മരിച്ചുപോയ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും ഓർമ്മകൾ അയവിറക്കി സ്വർണലത അവൻ്റെ വിഷമത്തോട് ഐക്യദാർഢ്യം കാണിച്ചു. വളരെ ലളിതമായി ജീവിച്ചിരുന്ന അനാവശ്യ കൂട്ടുകെട്ടുകളോ ദുശ്ശീലങ്ങളോ ഇല്ലാത്ത ഉണ്ണിയോട് അവൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ഉണ്ണി ആരോടും ഒരു പ്രത്യേക ഇഷ്ടവും കാണിച്ചിരുന്നില്ല. ബിസിനസ്സിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന അച്ഛന് ഒരിക്കലും ഉണ്ണിയുടെ ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ മനസ്സിലാക്കുവാനുള്ള താല്പര്യവും സമയവും ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾക്കനുസരിച്ച് മാത്രം വളരുന്ന ഒരു കുട്ടിയായിരിക്കണം ഉണ്ണി എന്ന് തീരുമാനിച്ചുറച്ചതുപോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. അച്ഛനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിനാൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒന്നും ചെയ്യാതെ 1 വർഷം അവൻ വീട്ടിലിരുന്നു. അതിനിടെ അവന് കിട്ടിയ 1-2 ജോലികൾ സ്റ്റാറ്റസിന് യോജിക്കില്ലെന്ന് പറഞ്ഞ് അച്ഛൻ നിരസിക്കുകയും ചെയ്തു. ഉണ്ണി നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുന്നതും തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്നതും അവൻ്റെ അഹങ്കാരമായി മാത്രമേ അച്ഛനും അമ്മയ്ക്കും തോന്നിയുള്ളൂ. മകൻ അമേരിക്കയിൽ പോയി തുടർപഠനം നടത്തണമെന്നത് അച്ഛൻ്റെ മാത്രം താല്പര്യമായിരുന്നു. തനിക്ക് നാട്ടിലേക്ക് പോയാൽ മതിയെന്നും നന്നായി ജീവിക്കുവാനുള്ള ജോലി സാധ്യത അവിടെയുണ്ടെന്നും അവൻ എത്ര പറഞ്ഞിട്ടും അവൻ്റെ അച്ഛൻ അത് സ്വീകാര്യമായിരുന്നില്ല. ഒടുവിൽ അച്ഛൻ്റെ നിർബന്ധത്തിന് അവന് വഴങ്ങേണ്ടി വന്നു. പിറന്നാൾ സമ്മാനമായി ഉപദേശത്തോടൊപ്പം അമേരിക്കയ്ക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് കൂടി തന്നിട്ടുണ്ടെന്ന് അവൻ അറിയിച്ചപ്പോൾ കൂട്ടുകാർ "ഡാ കോളടിച്ചല്ലോ, നീ എത്ര ഭാഗ്യവാൻ" തുടങ്ങിയ കമൻറ്റുകളാൽ അവനെ സ്വാഗതം ചെയ്തു. ഡേവിഡ് മാത്രം "ഡാ നിന്റെ അമ്മ എന്തു പറഞ്ഞു" എന്ന് ചോദിച്ചു. അവൻ ആ ചോദ്യത്തെ ചെറിയൊരു പുഞ്ചിരിയോടെ വായിച്ചു. നഗരത്തിൻ്റെ മായക്കാഴ്ചകളിൽ സ്വയം മറന്ന അമ്മ മകൻ്റെ മനസ്സറിയുവാൻ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല. ക്ലബ്ബുകളിലും സപ്താഹ പന്തലുകളിലും കിറ്റി പാർട്ടികളിലും അവർ വിളമ്പുന്ന പൊങ്ങച്ചത്തിലെ ഹീറോ മാത്രമായിരുന്നു അവർക്ക് മകൻ. അവന് ഉള്ളതും ഇല്ലാത്തതുമായ കഴിവുകൾ കൂട്ടുകാർക്ക് മുന്നിൽ പൊലിപ്പിച്ച് അവതരിപ്പിക്കുമ്പോൾ അമ്മയുടെ സാമീപ്യവും സ്നേഹവും കരുതലും ആഗ്രഹിക്കുന്ന മകനെ കാണാൻ അവർക്ക് സാധിച്ചില്ല. വാക്കുകളിലൂടെ ഒഴുകിയ മനസ്സിൻ്റെ വേദന അവൻ്റെ കൂട്ടുകാർ കേട്ടത് ഒട്ടൊരു അത്ഭുതത്തോടെയും അതിലും കൂടുതൽ വിഷമത്തോടെയുമായിരുന്നു. ഉണ്ണിയുടെ മനസ്സിൽ ഇത്രയും ദുഃഖം അടിഞ്ഞുകിടപ്പുണ്ടായിരുന്നെന്ന് അവർ ആരും അറിഞ്ഞിരുന്നില്ല. ഗൈസ്, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ ഈ സ്ഥിതിയുമായി നല്ലോണം അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞു. കണ്ണീർ തുടച്ചുകൊണ്ടാണ് അവൻ അത് പറഞ്ഞത്. പക്ഷേ എൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മരണവുമായി എനിക്കിനിയും പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അവസാന കാലത്ത് വേണ്ടപ്പെട്ടവർ കൂടെയില്ലാതെ അവർ ശരിക്കും വിഷമിച്ചു. ഇങ്ങോട്ട് കൊണ്ടുവരാനും അച്ഛൻ സമ്മതിച്ചില്ല. അവരെ ശ്രദ്ധിക്കുവാനും സ്നേഹിക്കുവാനും ആരെങ്കിലുമൊക്കെ കൂടെയുണ്ടായിരുന്നെങ്കിൽ. അവൻ വാചകം പൂർത്തിയാക്കാതെ തല കുമ്പിട്ടിരുന്നു. ഇരുമ്പു കമ്പിയിൽ കെട്ടുവാൻ കൈവരിയിൽ കയറി. അവിടെ നിന്നും താഴേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ ഒരു വേള അവൻ അവിടെ നിന്നും ചാടിയേക്കുമോ എന്ന് കൂട്ടുകാർക്ക് തോന്നാതിരുന്നില്ല. എന്നാൽ അതിനൊന്നും മുതിരാതെ കയർ കമ്പിയിൽ കെട്ടി അവൻ ഇറങ്ങി. തുണികൾ അഴയിൽ വിരിച്ചു. മൊബൈലിനടുത്തേക്ക് പോയി. കൈവരിയിലിരുന്ന് അവൻ കൂട്ടുകാരെ അഭിസംബോധന ചെയ്തു. കൂട്ടുകാരെ, എൻ്റെ ദീർഘായുസ്സിനും നല്ല ഭാവിക്കുമായി പ്രാർത്ഥിക്കുവാൻ പോയ അച്ഛനും അമ്മയും ഇപ്പോൾ തിരിച്ചെത്തും. രാത്രി അവരുടെ കൂട്ടുകാരും സഹപ്രവർത്തകരും ഇന്ത്യയിലെ എൻ്റെ അവസാനത്തെ പിറന്നാൾ ആഘോഷത്തിനായി വന്നെത്തും.
കാരണം ഇനി ഞാൻ അമേരിക്കയിൽ സെറ്റിലാകാൻ പോവുകയാണല്ലോ. ഇന്നത്തെ ആഘോഷത്തിൽ എൻ്റെ കൂട്ടുകാരെ വിളിക്കുന്ന കാര്യം അവർ ഒന്ന് സൂചിപ്പിച്ചത് പോലുമില്ല. അതുകൊണ്ട് അതിൽ നിങ്ങൾക്കാർക്കും അവരുടെ വക ക്ഷണമില്ലാട്ടോ. എങ്കിലും ഞാനിപ്പോൾ ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാവരും വരണം. എന്നെ കാണാനും അവസാനമായി ആശംസകൾ അറിയിക്കാനും നിങ്ങൾ എന്തായാലും വന്നിരിക്കും. ഒന്ന് നിർത്തി മുഖം ഇരു കൈകളാൽ അമർത്തി തുടച്ച് അവൻ തുടർന്നു. ഈ നാട് വിട്ടു പോകുവാൻ എനിക്ക് താല്പര്യമില്ലെന്ന് അപ്പോൾ നിങ്ങൾ അവരോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം. അമേരിക്കയിലേക്ക് പോകുന്ന മകനെ സൊസൈറ്റിക്ക് മുന്നേ പ്രദർശിപ്പിക്കുവാനായി പുതിയ കോട്ടും സ്യൂട്ടും ഒക്കെ വാങ്ങിവെച്ചിട്ടുണ്ട്. അതൊക്കെ ഇടാതെയും അവർക്ക് മുന്നേ പ്രദർശിക്കപ്പെടാമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ ഈ ലൈവ് തൽക്കാലം നിർത്തിയാലോ? എൻ്റെ പിറന്നാൾ ദിനം ഏറ്റവും മനോഹരമാക്കുവാൻ ഇത്രയും സമയം എന്നോടൊപ്പം ചിലവഴിച്ച എല്ലാവർക്കും നന്ദി. അടുത്ത നിമിഷം ഉണ്ണി അപ്രത്യക്ഷനായി. ഫേസ്ബുക്കിലെ ലൈവ് ഓഫ് ചെയ്യാതെ 17ാം നിലയുടെ ടെറസിൽ നിന്നും ചാടി ഉണ്ണി ജീവിതം അവസാനിപ്പിച്ചപ്പോൾ അനാഥ മുഖപുസ്തക അക്കൗണ്ടുകളുടെ കൂട്ടത്തിൽ അവൻ്റെ അക്കൗണ്ടും കൂടി ചേർക്കപ്പെടുകയായിരുന്നു.